കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഭരണമാറ്റവും പുതിയ UDF മന്ത്രിസഭയുടെ രൂപീകരണവും അണിയറ ചർച്ചകളും ജനങ്ങൾക്കിടയിലും മാധ്യമങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പുതിയ ഭരണകൂടം അധികാരമേൽക്കുമ്പോൾ സ്വാഭാവികമായും ഉയർന്നുവരുന്ന പ്രതീക്ഷകളും അതേസമയം ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിൽ പുകയുന്ന ആഭ്യന്തര തർക്കങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ ഒരു നിർണായക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകനും പുതുപ്പള്ളിയിലെ ജനകീയ MLA-യുമായ ചാണ്ടി ഉമ്മൻ ഒരു പ്രത്യേക അഭിമുഖത്തിൽ വ്യക്തമാക്കിയ നിലപാടുകൾ പ്രസക്തമാകുന്നത്. കേരളത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലേക്ക് വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രതീക്ഷകളിലാണ്. കടുത്ത ഭരണവിരുദ്ധ വികാരത്തിനൊടുവിൽ ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിന്റെ കൃത്യമായ കാഴ്ചപ്പാട് ചാണ്ടി ഉമ്മൻ മുന്നോട്ട് വെക്കുന്നു. സംസ്ഥാനത്ത് വരുന്നത് തികച്ചും ഒരു ജനകീയ മന്ത്രിസഭയായിരിക്കുമെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പൂർണ്ണമായി നടപ്പിലാക്കാൻ പുതിയ ഭരണകൂടത്തിന് ബാധ്യതയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കോൺഗ്രസ് നേരിടുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ താൽക്കാലികം മാത്രമാണെന്നും അധികാരമേൽക്കുന്നതോടെ അവയെല്ലാം പരിഹരിക്കപ്പെടുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. മന്ത്രിസഭ രൂപീകരണ വേളയിൽ വലിയൊരു ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിനുള്ളിൽ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നും നേതാക്കളിൽ നിന്നും ആവശ്യങ്ങളും വിയോജിപ്പുകളും ഉയരുന്നത് സ്വാഭാവികമായ ഒരു പ്രക്രിയ മാത്രമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും പ്രധാന വകുപ്പുകളെ ചൊല്ലിയും പാർട്ടിയിൽ ചില ഭിന്നതകൾ പുറമേക്ക് ദൃശ്യമാകുന്നുണ്ട്. എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം മന്ത്രിസഭ നിലവിൽ വരുന്നതോടെ പൂർണ്ണമായി അവസാനിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ ഉറപ്പിച്ചു പറയുന്നു.